വീണ്ടും തൃശൂരിലെ പൂരാവേശത്തിലേക്കാണ്. ഇലഞ്ഞിത്തറ മേളം അല്പസമയത്തിനകം ആരംഭിക്കും. കുടമാറ്റവും വെടിക്കെട്ടും ഒക്കെ കാണാൻ കാത്തിരിക്കുകയാണ് പൂരപ്രേമികൾ. PS രഞ്ജിത്തും അർജുൻ കല്യാടുമാണ് വരുന്നത്. രഞ്ജിത്ത്, മേളം മുറുകുകയാണ്. ഇനിയിപ്പോൾ ഇലഞ്ഞിത്തറ മേളം, ഇലഞ്ഞിത്തറ പൂത്തുലയാൻ പോവുകയാണല്ലേ മേളം കൊണ്ട്? വിനിത, തീർച്ചയായും ഇലഞ്ഞിത്തറ മേളത്തിന്റെ ആ ആസ്വാദികരമായിട്ടുള്ള അനുഭവത്തിലേക്ക് പൂരപ്രേമികൾ മുഴുവൻ കാത്തിരിക്കുകയാണ്. പടിഞ്ഞാറ് നട കടന്ന് ഇലഞ്ഞിത്തറയിലേക്ക് എത്തുമ്പോൾ അവിടെ പാണ്ഡ്യമേളത്തിൻ്റെ ആഘോഷമാണ്. ചെണ്ടയാണ് കേരളത്തിൻ്റെ ഇഷ്ടവാദ്യം, കേരളത്തിൻ്റെ തനതുവാദ്യം. അതിൽ തന്നെ പാണ്ഡ്യയും പഞ്ചാരിയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട താളങ്ങൾ, മേളങ്ങൾ എന്ന് പറയുന്നത്. അതിൽ തന്നെ ക്ഷേത്രത്തിനകത്ത് പാഞ്ചാരിയും പുറത്ത് പാണ്ഡ്യയും എന്നാണ് കണക്ക്. പക്ഷേ ഇലഞ്ഞിത്തറയിൽ ക്ഷേത്രത്തിനകത്ത് കൊട്ടുന്നത് പാണ്ഡ്യയാണ്. ആ ഇലഞ്ഞിത്തറ മേളത്തിൻ്റെ, പാണ്ഡ്യമേളത്തിൻ്റെ ഏറ്റവും ശബ്ദ സൗകുമാര്യത ആസ്വദിക്കാനുള്ള കാത്തിരിപ്പിലാണ് പൂരപ്രേമികൾ മുഴുവൻ. അതോടൊപ്പം തന്നെ ഇപ്പോൾ അല്പം മുമ്പ് നമ്മൾ മഠത്തിൽ വരവിൻ്റെ അവിടെ പഞ്ചവാദ്യത്തിൻ്റെ, കോങ്ങാട് മധുവിൻ്റെ പഞ്ചവാദ്യത്തിൻ്റെ ഒരു ആസ്വാദ്യകരമായ ശബ്ദ വിസ്മയം നമ്മൾ അവിടെ കേട്ടതാണ്. അതേപോലെ തന്നെ ഈ തെക്കിൻകാട് മൈതാനിയിലേക്ക് തിരുവമ്പാടിയുടെ എഴുന്നള്ളത്ത്, തിരുവമ്പാടി ഭഗവതി 15 ആനകളുടെ അകമ്പടിയോടുകൂടി അല്പസമയത്തിനകം തന്നെ ഇങ്ങോട്ട് എഴുന്നള്ളും. ആ എഴുന്നള്ളത്തിനൊപ്പം നമുക്ക് പഞ്ചവാദ്യത്തിൻ്റെ ശബ്ദ സൗകുമാര്യം കേൾക്കാൻ പറ്റും, അല്ലേ അർജുൻ? ഈ ഇലഞ്ഞിത്തറ മേളത്തിന് ശേഷം, അതായത് വൈകുന്നേരം ഒരു 4-4:30 തന്നെ ഈ പാറമേക്കാവിലുള്ള 15 ആനകളോടുകൂടി തന്നെ പാറമേക്കാവിലുള്ള ഭഗവതി ഇവിടെ നിന്നും തെക്കേ ഗോപുര നടപടി പുറത്തേക്കിറങ്ങും. 15 ആനകൾ നിരന്നു നിൽക്കും. അതിനുശേഷം പിന്നെ തെക്കോട്ടിറങ്ങി ഇവിടെ നിന്നും പിന്നെ സ്വരാജ് ഗ്രൗണ്ട് വരെ പോയി അവിടെ നിന്ന് തിരിഞ്ഞ് തെക്കേ ഗോപുരത്തിലേക്ക് അഭിമുഖമായി നിൽക്കും. അപ്പോഴേക്കും തിരുവമ്പാടികളുടെ 15 ആനകളും ഇവിടെ അണിനിരക്കും. പിന്നീട് അങ്ങോട്ടേക്ക് ഒരു ദൃശ്യ വിസ്മയമാണ്. ഈ പൂരത്തിന് സാക്ഷിയായ വടക്കുന്നാഥൻ്റെ മുറ്റത്ത്, പൂരം പൂത്തുലയുന്ന വടക്കുന്നാഥൻ്റെ മുറ്റത്ത് പാറമേക്കാവിലമ്മയും തിരുവമ്പാടി ഭഗവതിയും നേർക്കുനേർ കൂടിക്കാഴ്ച നടത്തുകയും ആ കൂടിക്കാഴ്ചയുടെ ഉത്സവമാണ് കുടമാറ്റമായി മാറുന്നത്. വിദ്വേഷമില്ലാത്ത മത്സരം എന്നാണ് പാറമേക്കാവിലും തിരുവമ്പാടിയും തമ്മിൽ നടക്കുന്ന വിദ്വേഷമില്ലാത്ത മത്സരത്തിന്റെ കാര്യം പറയുമ്പോഴും ഞാൻ പറഞ്ഞൊരു കാര്യം, അതായത് ഇത്രയേറെ വാശിയുണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ വാശിയുണ്ട്. പക്ഷേ ഇതിനെല്ലാം ശേഷം നാളെ രാവിലെ ഈ 2 ഭഗവതിമാരും മുഖാമുഖം നിന്നുകൊണ്ട് അഭിമുഖം പറഞ്ഞ് പിരിഞ്ഞു പോകുമ്പോഴുള്ള ഒരു വൈകാരികമായിട്ടുള്ള അനുഭവം, അത് സ്നേഹത്തിൻ്റെയും ഒരു സൗഹാർദ്ദത്തിൻ്റെയും ഒക്കെ മത്സരമുണ്ട്. തീർച്ചയായും ഇത് വലിയ വാശിയേറിയ മത്സരം. പക്ഷേ ആ മത്സരം നടക്കുമ്പോൾ അവിടെ ഒരു സ്നേഹത്തിൻ്റെ ഒരു നൈർമല്യം സൂക്ഷിക്കുന്ന ആ വാശിയിൽ വിദ്വേഷമില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതിൽ പരസ്പരം ഭഗവതിമാർ ഉപചാരം ചൊല്ലി പിരിയുമ്പോൾ തൃശ്ശൂർക്കാർക്ക് മാത്രമല്ല കേരളം മൊത്തം കാത്തിരിക്കുന്ന അടുത്ത വർഷത്തെ ഒരു പൂരത്തിന് വേണ്ടിയാണ്. ഈ പൂരക്കാഴ്ചകൾക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. നമ്മൾ എന്തെല്ലാം കാഴ്ചകൾ ഇന്ന് രാവിലെ ഇപ്പോൾ അർജുൻ കണിമംഗലം ശാസ്താവിനൊപ്പം ഘടകപുരമായിട്ട് ഇങ്ങോട്ട് എഴുന്നള്ളി വന്നു. അതേ കാഴ്ചയിൽ തന്നെ അവിടെ പാണ്ഡ്യയാണ് കൊട്ടിരുന്നതെങ്കിൽ അതുപോലെ തന്നെ അയ്യന്തോൾ ഭഗവതിയും ചെമ്പുമുക്ക് ഭഗവതിയും ഒക്കെ വന്നെഴുന്നള്ളുന്ന സമയത്ത് ഒരേ കാഴ്ചകളാണ്. ആവർത്തന വിരസമെന്ന് വേണമെങ്കിൽ പറയാവുന്ന, പക്ഷേ ആവർത്തനമുണ്ടായിട്ടും വിരസതയില്ലാത്ത കാഴ്ചകൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു ഈ കാഴ്ചകളെ. അങ്ങനെ ആവർത്തന വിരസമല്ലാത്ത കാഴ്ചകൾ കൊണ്ട് കാഴ്ചക്കാരെയും കേൾവിക്കാരെയും ഒക്കെ പൂരപ്പറമ്പിലേക്ക് ഇങ്ങനെ ആവേശത്തോടുകൂടി ആനയിക്കുന്നതാണ് ഈ തൃശ്ശൂർ. അതായത് കണിമംഗല ശാസ്താവ് രാവിലെ വടക്കുന്നാഥ സന്നിധിയിലേക്ക് എത്തിയപ്പോൾ അവിടെ പാണ്ടി കൊട്ടി അതിൻ്റെ അത്യുന്നതിയിലേക്ക് എത്തി, അത് കലാശിച്ചു കഴിഞ്ഞു. പക്ഷെ അതിനുശേഷം തൊട്ടു പിന്നാലെ തന്നെ അയ്യന്തോൾ ഭഗവതിയും വരുമ്പോൾ കൊട്ടുന്നത് അതേ പാണ്ടി തന്നെയാണ്. പക്ഷേ ആ മേളം ആസ്വദിക്കുന്നതിന് ആർക്കും ഒരു ആവർത്തന വിരസത തോന്നുന്നില്ല, ഒരു വിരക്തി തോന്നുന്നില്ല. അതിങ്ങനെ കേട്ട് ആസ്വദിച്ച് ആനന്ദിച്ച് നിൽക്കുകയാണ്. എന്തായാലും ഇനി നമ്മളെല്ലാം കാത്തിരിക്കുന്നത് 2 പ്രധാനപ്പെട്ട ദൃശ്യ ശ്രാവ്യ വിസ്മയമാണ്. ഇലഞ്ഞിത്തറ മേളം ശ്രാവ്യ വിസ്മയമാണെങ്കിൽ കുടമാറ്റം അത് ദൃശ്യവിസ്മയമാണ്. അപ്പോൾ ഈ 2 വിസ്മയങ്ങൾക്ക് വേണ്ടിയാണ് ഇനി നമ്മൾ കാത്തിരിക്കുന്നത്. അത് ഏകദേശം 2 മണിയോടുകൂടി തന്നെ ഇലഞ്ഞിത്തറ മേളം മരച്ചുവട്ടിൽ ആരംഭിക്കും. ഇലഞ്ഞിത്തറക്കും ഒരു വലിയ പ്രാധാന്യമുണ്ട്, ചരിത്രപരമായ പ്രാധാന്യങ്ങളുണ്ട്. അതിന് തൊട്ടടുത്ത് തന്നെ എല്ലാം ഓരോ ചടങ്ങുകൾക്കും കൃത്യമായ രീതിയിൽ പ്രാധാന്യവും അതിൻ്റെ എല്ലാ ആചാരപ്പെരുമയുടെ ഒരു ഉത്സവം കൂടിയാണ് പൂരം. നിമിഷ്, ഈ ക്യാമറ ഒന്ന് ഇങ്ങോട്ട് തിരിച്ചാൽ നമുക്ക് കാണാൻ പറ്റിയത് മലയാളികളുടെ സ്വന്തം ഉത്സവമാണെങ്കിലും ആ പവലിയനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ പവലിയനിൽ 200ഓളം വിദേശികൾ. ഇത്തവണ വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമാണ് VIP പവലിയനിൽ ഇരുന്ന് ഈ കുടമാറ്റവും അതുപോലെ തന്നെ തെക്കോട്ടിറക്കവും അതിൻ്റെ ദൃശ്യവിസ്മയം ഒക്കെ കാണാനുള്ള അവകാശവും അല്ലെങ്കിൽ അവർക്കുള്ള അവസരം ഒരുക്കി കൊടുത്തിട്ടുള്ളൂ. ആ
അവസരം കിട്ടിയിരിക്കുന്ന 200ഓളം വരുന്ന വിദേശികൾക്ക് ഇരിക്കാനുള്ള പവലിയൻ അവിടെ ഒരുക്കിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഉത്സവമാണ്, മലയാളികളുടെ തനത് ഉത്സവമാണെങ്കിലും ഇത് കാണാൻ വിദേശികളായിട്ടുള്ള ആളുകൾ ഇങ്ങോട്ട് എത്തുന്നുണ്ട്. കേരളത്തിന് പുറത്തുനിന്ന് ആളുകൾ എത്തുന്നുണ്ട്. കേരളത്തിനകത്ത് തന്നെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ നിന്ന് എത്രയോ ദിവസമായിട്ട് ഇവിടെ വന്ന് താമസിക്കുന്ന ആളുകളുണ്ട്. ഇവിടെ തൊട്ടടുത്തുള്ള ഹോട്ടൽ മുറികളൊക്കെ അന്വേഷിച്ചാരല്ലേ 10,000 ഹോട്ടൽ മുറികളിൽ റൂം കിട്ടാനില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. 10,000 രൂപ കൊടുത്താലും വാടകയ്ക്ക് റൂമില്ലാത്ത അവസ്ഥയുണ്ട്. അപ്പോൾ തൃശ്ശൂരുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വന്തമായിരുന്നു ഉത്സവം. ഇതൊരു അപമാനത്തിൻ്റെ കഥയിലും തുടങ്ങുന്നതാണ് കേട്ടോ. ആറാട്ടുപുഴ പൂരത്തിൽ പങ്കെടുപ്പിക്കാൻ പറ്റാത്തതിൻ്റെ അപമാനഭാരം കൊണ്ട് ശക്തൻ തമ്പുരാൻ പിന്നീട് ഉണ്ടാക്കിയെടുത്ത പൂരമാണ് ഈ തൃശ്ശൂർ പൂരം. ആ പൂരം ഇപ്പോൾ ഒരു അപമാനത്തിൽ നിന്ന് തുടങ്ങിയ പൂരം ഇപ്പോൾ അഭിമാനമായി മാറുന്നു എന്നുള്ളതാണ്. ആ അഭിമാനമായി മാറാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇവിടെയുള്ളതെല്ലാം കേരളത്തിൻ്റെ സ്വന്തമാണ്. ഇവിടുത്തെ ആനകൾ കേരളത്തിൻ്റെ സ്വന്തം, ഇവിടുത്തെ മേളം കേരളത്തിൻ്റെ സ്വന്തം. അങ്ങനെ ഇവിടുത്തെ എല്ലാ കാഴ്ചകളും കേൾവികളും ഒക്കെ കേരളത്തിൻ്റെ മാത്രമാണ്. ആ കേരളത്തിൻ്റെ സ്വന്തം കാഴ്ചകളിലേക്ക് നമുക്ക് വീണ്ടും വരാം.